ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിൽ ജോ. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഫ്രീ ജോബ് വേക്കൻസികളും അതേപോലെ തന്നെ നമുക്ക് ഗൾഫിൽ ഫ്രീലാൻസ് വിസ, അതേപോലെ തന്നെ ഫ്രീ സോണുകൾ, അതേപോലെ തന്നെ മെയിൻ ലാൻഡുകളിലൊക്കെ നമുക്ക് ഒരു അധികം ചാർജ് ഇല്ലാതെ, അധികം പൈസ മുടക്കാതെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ടൈപ്പിംഗ് സെൻറ്റർ കൺസൾട്ടൻസി ത്രൂ ഒക്കെ നമുക്ക് ഒരു ലൈസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ലൈസൻസ് ഓപ്പൺ ആക്കാനും, അതേപോലെ തന്നെ ഫ്രീലാൻസ് വിസകൾ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ മാക്സിമം റേറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവർ ത്രൂ ചെയ്യേണ്ട വർക്കുകളൊക്കെ അവർ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരും ചെയ്യും. അപ്പോൾ അതേപോലെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന കാര്യങ്ങൾ അറിയിക്കാനും, അതേപോലെ തന്നെ നമുക്ക് ജോബ് വേക്കൻസികൾ, ഫ്രീ ജോബ് വേക്കൻസികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അറിയിക്കാനും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഭാഗത്തായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്ഥാപനമാണത്. ഞാനിതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പാർട്ട്ണറും കൂടിയായിരുന്നു അപ്പോൾ ആൾ. അപ്പോൾ എനിക്ക് നേരിട്ട് ഡയറക്റ്റ് അറിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫ്രീലാൻസ് വിസയോ അല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസുകൾ, ഫ്രീ സോൺ ലൈസൻസുകൾ ഒക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തരുന്ന ഒരു രീതിയാണ് അവർ നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ജെനുവിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ ഞാൻ നമ്മുടെ ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് ഗൾഫിൽ ചുരുങ്ങിയ ചിലവിൽ ഒരു 6000 ദിർഹംസ് അല്ലെങ്കിൽ ഒരു 7000 ദിർഹംസിനൊക്കെ നമുക്ക് ഫ്രീലാൻസ് വിസകളുണ്ട്. നമുക്ക് ഇതുണ്ട്, ഫ്രീ സോൺ മേഖലകളിൽ നമുക്ക് ലൈസൻസ് കിട്ടും. അപ്പോൾ ആ ലൈസൻസിന് വരുന്ന എക്സ്പെൻസ് കാര്യങ്ങൾ, അതേപോലെ അങ്ങനെയുള്ള ലൈസൻസ് നോക്കുന്ന ആൾക്കാർ, നമുക്ക് പ്രത്യേകിച്ചൊരു ഓഫീസ് വേണ്ട. നമുക്കൊരു ഓഫീസ് വേണമെന്നില്ല, നമുക്ക് വെറും ലൈസൻസ് മാത്രം മതി. ആ ലൈസൻസ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പല മേഖലകളിലും. അതായത് നമുക്ക് മെയിൻലാൻഡിൽ നടക്കുന്ന എല്ലാവിധ ആക്ടിവിറ്റീസും തന്നെ നമുക്ക് ഈ ഫ്രീ സോൺ മേഖലകളിൽ നമുക്ക് ലൈസൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് എക്സ്പോർട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ട്രാവൽസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരുപാട് എല്ലാ മേഖലകളിലും. ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യനാണ്, അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ഒരു വിസ ഉണ്ടാവും. പക്ഷേ അയാൾക്ക് ലൈസൻസിൽ കൂടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ വേറെ സ്ഥലത്തായിക്കോട്ടെ, നമുക്ക് അവിടെ തന്നെ അങ്ങനെ നമുക്കൊരു ലൈസൻസ് ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ സോൺ മേഖലകളിലാണെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിലുള്ള മേഖലയിലാണെങ്കിലും നമുക്ക് ഒരു ലൈസൻസ് വേണം. UAE ലൈസൻസോട് കൂടിയിട്ടുള്ള, അതായത് ഗവൺമെൻറ് അപ്രൂവലോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് ലൈസൻസിന് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ ഇതേപോലെയാണ് അവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഫ്രീ വിസകൾ നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഫ്രീ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീലാൻസ് വിസകളാണ്. അപ്പോൾ അതിന് വരുന്ന വളരെ ചാർജ് മാക്സിമം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്ര വളരെ ചാർജ് കുറച്ചും, അതേപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് പൈസ കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഫ്രീ വിസകൾക്ക് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഏൽപ്പിക്കാനും, കാരണം ഈ ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്ക്, ഞാനിപ്പോൾ ഈ ജോബ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അറിയാം, 50 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക്, 60 വയസ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വിസ കൊടുക്കാൻ കുറേ ആൾക്കാർ കുറച്ച് മടി കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഒരു ഫ്രീ വിസ എടുക്കാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രീ വിസ കിട്ടണം. ഈ ഫ്രീ വിസ കിട്ടുന്നതിന് മാത്രമല്ല, ഫ്രീ വിസകളൊക്കെ കൊടുക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ ജെനുവിനിറ്റിയും കൂടി നോക്കിയിട്ട് വേണം നമ്മളൊരു ഫ്രീ വിസ എടുക്കാനായിട്ട്. കാരണം ഇന്നോ നാളെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുക അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുക. കാരണം ഈ ഫ്രീ വിസകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചാടിക്കയറി എടുത്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും കാരണവശാൽ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള വിസയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നാട്ടിലേക്കൊന്നും വരാൻ പറ്റിക്കണമെന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷത്തിൽ കൂടുതലായിട്ട്, 20-25 വർഷത്തിന് മുകളിൽ നമ്മുടെ UAE ഉള്ള ഒരു സ്ഥാപനമാണ്. അവർ ത്രൂ ആണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഓഫറുകളും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓഫറുകൾ തന്നെയാണ്. ഏറ്റവും ചാർജ് കുറഞ്ഞ രീതിയിൽ ഫ്രീ വിസ, അതേപോലെ തന്നെ മെയിൻലാൻഡ് വിസകൾ, അതേപോലെ ഫ്രീ സോൺ വിസകൾ. മെയിൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഫ്രീ സോൺ പോലെയല്ല, നമുക്ക് ലൈസൻസ് മാത്രമല്ല ഉണ്ടാവുക, നമുക്ക് സ്ഥാപനം അടക്കം എല്ലാ കാര്യങ്ങളും വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന ഇതിനാണ് നമ്മൾ മെയിൻലാൻഡിൽ. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഷോപ്പ് വേണം, ആ ഷോപ്പ് അടക്കം അതിന് ലൈസൻസ് കാര്യങ്ങൾ, ബാക്കി പേപ്പർ വർക്കുകൾ, വിസ വർക്കുകൾ, ഇതെല്ലാം ചെയ്ത് അവർ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആ രീതിയിൽ അന്വേഷിക്കുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളുകൾക്കും കൃത്യമായിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് അവർ അതിൽ ഏറ്റവും കുറഞ്ഞ ചാർജിലാണ് ചെയ്യുക. അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഫുജേറയിലുണ്ട്, അതേപോലെ തന്നെ നമുക്ക് കോർഫുഖാനിലുണ്ട്, പിന്നെ കൽബ ബേസിലുണ്ട്, ഇപ്പോൾ ദുബായിലുണ്ട്, അങ്ങനെ ഒരുപാട് എമിറേറ്റ്സിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എല്ലായിടത്തും ഉള്ള ഒരു സ്ഥാപനമാണ്. ഞാൻ ഫുജേറയിലായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഡയറക്റ്റായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ UAE തന്നെയുള്ള ആളുകളാണെങ്കിലും ആരെങ്കിലുമൊക്കെ സ്ഥാപനം തുറക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ലൈസൻസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രീ വിസ നോക്കുന്നവർക്കും ഏറ്റവും ജെനുവിനായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് സമീപിക്കാനും പറ്റും. അതേപോലെ നമ്മൾ ഫ്രീ ജോബ്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ആ ഫ്രീ ജോബ്സിന് നിങ്ങൾ സ്വമേധയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ ഫ്രീ ജോബ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ എനിക്ക് വരുന്ന ജോബ് വേക്കൻസികളാണ്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ കുറച്ച് ഗ്രൂപ്പുകൾ, ഇതിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആ സ്ഥാപനത്തിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഗ്രൂപ്പുകൾ ത്രൂ അവർ ചെയ്തു തരുന്ന ജോബ് വേക്കൻസികൾ, കാരണം നമ്മൾ ഈ ഫ്രീ ജോബ്സ് കൊണ്ട് ഇടുന്നതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ, നല്ലവരായ കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് ഇതേപോലെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ അവിടെ വേക്കൻസി ഫില്ലായിട്ടുണ്ടോ ഇല്ലയോ ഒക്കെ നിങ്ങൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നാട്ടിൽ നിന്ന് കുറച്ച് സാമ്പത്തികപരമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ കയറി പോയിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതും, അതേപോലെ തന്നെ വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോലി അന്വേഷിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലുമാണ്. കാരണം ഒരുപാട് ആളുകൾ UAE പോയിട്ട് അവർക്ക് ജോബ് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും കൂടി ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫ്രീ ജോബ് വേക്കൻസികളോട് ഇടുന്നത്. അതേപോലെ കൺസൾട്ടൻസി ത്രൂ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോബുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സ് വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വേക്കൻസികളാണോ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോലി കിട്ടുന്നില്ല, അതായത് നിങ്ങൾ ഒരുപാട്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്തു, ഈ 2 കാറ്റഗറി പെടുന്ന ആളുകളും, അതായത് UAE ഓൾറെഡി ഉള്ള ആളുകൾ, അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത ആളുകൾ, നിങ്ങൾ ചിലപ്പോൾ ഹൈ ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കാം. അതായത് നമുക്ക് ക്വാളിഫിക്കേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും, പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ജോബ് കിട്ടുന്നില്ല? നമ്മൾ അതേപോലെ ക്വാളിഫിക്കേഷനുള്ള ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ജോബ് കിട്ടാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ പഠിപ്പില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. അതായത് വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും ചുരുങ്ങിയ ഒരു ഡിഗ്രി ബേസെങ്കിലും എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ഡിപ്ലോമ ഒക്കെ വളരെ അതും കുറവാണ്. ഇപ്പം അങ്ങനെയുള്ള ആളുകൾ നോക്കുന്നതൊക്കെ ഹൈ ലെവൽ ജോബുകളാണ്. ഈ ഹൈ ലെവൽ ജോബിന് നമുക്ക് വരുന്ന വേക്കൻസികൾ വളരെ കുറവായിരിക്കും. ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജർ മതി, പക്ഷെ അവിടെ എംപ്ലോയീസാണ് കൂടുതൽ വേണ്ടത്. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മളത് എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു ലെവലിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറ്റ് ഒരു ചെറിയൊരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് CV കൂടി നിങ്ങൾ എപ്പോഴും തയ്യാറാക്കണം. നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഭദ്രമാക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മളിവിടുന്ന് കയറിപ്പോയി, അല്ലെങ്കിൽ നമ്മളിവിടുന്ന് കയറിപ്പോകാൻ ശ്രമിക്കുന്നു, നമുക്കിവിടെ നാട്ടിൽ ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. നമ്മളൊരു ലോ ലെവലായിട്ടുള്ള രീതിയിലും കൂടി നമ്മൾ ചിന്തിക്കുക. നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു ചവിട്ടുപടിയാണ്. ആ ചവിട്ടുപടിക്ക് വേണ്ടി മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു കുറഞ്ഞ സാലറി ആയിക്കോട്ടെ, കുറഞ്ഞ രീതിയിലുള്ള ജോബ് ആയിക്കോട്ടെ, അതിനോട് ചെയ്യാൻ നിങ്ങളുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെ ആയാലും മതി. ഇപ്പോൾ നമ്മളൊരു മാനേജറായിട്ടുള്ള ഒരാൾ അതൊരു സെയിൽസിലേക്കും കൂടി നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. അപ്പോഴേ നമുക്ക് ജോബ് കിട്ടുള്ളൂ. എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ കഴിവിനൊരു ഭയങ്കര പ്രാധാന്യമാണ്. നമ്മുടെ കഴിവിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. നമ്മുടെ കഴിവുള്ളവന് ഈ ലോകത്ത് എവിടെ എത്തിപ്പെടാൻ പറ്റും. ആരെത്ര അടിച്ചമർത്താൻ നോക്കിയാലും നമുക്ക് കഴിവിനനുസരിച്ച് അവൻ കയറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്നും കൂടി മനസ്സിലാക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും തന്നെ അത് ഉൾപ്പെടുത്താറുണ്ട്. നമ്മളെ ആരൊക്കെ അടിച്ചമർത്തിയാലും, ഇല്ലെങ്കിൽ ആരൊക്കെ നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും, നമുക്ക് പല രീതിയിലുള്ള ഇൻ്റർവ്യൂസിനൊക്കെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ നാണം കെട്ടിറങ്ങേണ്ടി വന്നാലും നമ്മളത് ഒരു കാര്യമാക്കിയേ ചെയ്തത്. അത് അവിടെ കഴിയണം. നമ്മളത് മനസ്സിലിട്ട് വേദന കൊണ്ട് നടക്കരുത് ഒരിക്കലും. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറേ പ്രാവശ്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല, ഇൻ്റർവ്യൂവിന് പോലും കിട്ടുന്നില്ല. അതൊന്നും നിങ്ങൾ കാര്യമാക്കണം. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രമിക്കുമ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ 2 രീതിയിലുള്ള CVകൾ നമ്മൾ തയ്യാറാക്കുക. ഒരു മാനേജർ പോസ്റ്റിലേക്ക്, ഒരു HR പോസ്റ്റിലേക്ക് നോക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ താഴെ നിലയിലേക്ക് നമ്മൾ ശ്രമിക്കുക. നമുക്കൊരു ജോലി കിട്ടുക, ആ സ്ഥാപനത്തിൽ നമ്മൾ നമ്മുടെ പെർഫോമൻസ് കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ആ പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഉയർന്നു വരാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആദ്യം വേണ്ടത് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. 2, നമുക്ക് ഒരു ഇൻ്റർനാഷണൽ നമുക്കൊരു എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ആ ജോലിയിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുക. അതിന് നിങ്ങൾ തയ്യാറുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ
കൺസൾട്ടൻസി ത്രൂ പോകാനാണെങ്കിലും അതല്ല ഫ്രീ ജോബ്സിന് ശ്രമിക്കുകയാണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. കൺസൾട്ടൻസി ത്രൂ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജോബ് വേക്കൻസികളും കാര്യങ്ങളും നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നത് എൻ്റെ നമ്പർ തന്നെയാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ഫ്രീ ജോബ്സിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഫ്രീ ജോബ്സ് എന്നെ നേരിട്ട് എൻ്റെ പേഴ്സണലി വരുന്ന എനിക്ക് അത്ര അറിയുന്നത് മാത്രമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. അത് വരുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ വഴി തന്നെ ഞാൻ അറിയിക്കാറുണ്ട്. അപ്പോൾ കൺസൾട്ടൻസി ത്രൂ പോകുന്ന ജോബിന് വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ലൈസൻസ് വേണം, യു എ ഗവൺമെൻറ് അപ്രൂവ്ഡ് ലൈസൻസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങണം, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യുക. അവർക്കൊക്കെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്പറാണ് കൊടുക്കുന്നത്. അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തെ വീഡിയോയിൽ കൊടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഫ്രീ ജോബ്സിൻ്റെ അതിന് നമ്മുടെ വീഡിയോ ഞാൻ എൻ്റെ സ്പീച്ച് തീരുന്നതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ജോബ്സുകളാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് എന്തിനാണ്? നമുക്കൊരു ജോലിയാണ്. അപ്പോൾ അതിന് മാക്സിമം നമുക്കൊരു ചിലപ്പോൾ ഒരു ജോലി ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ റിലേറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരമായിട്ട്. ഓക്കെ ബൈ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. കൊടുത്തിട്ടുള്ള ജോബിൽ മെയിൽ ഐ ഡികളാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മെയിൽ ഐ ഡികളിൽ നിങ്ങൾ മെയിൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ CV കൊടുക്കേണ്ടത്. പ്രത്യേകമായിട്ട് ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറുകളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ വാട്സപ്പ് ത്രൂ വേണം നിങ്ങളുടെ CV അല്ലെങ്കിൽ ബയോഡാറ്റകൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അതേപോലെ ലൈസൻസ്, മെയിൻലാൻഡ് ലൈസൻസ്, അതേപോലെ ഫ്രീ സോൺ ലൈസൻസുകൾ, നമ്മുടെ ഫ്രീലാൻസ് വിസകൾ, അങ്ങനെയുള്ള വിസകൾക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്പർ. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ കൺസൾട്ടൻസി ത്രൂ പോകുന്ന ജോബ് വേക്കൻസികൾക്കും ആ നമ്പറിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അതെൻ്റെ നമ്പർ തന്നെയാണ്. പ്രത്യേകമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, വാട്സപ്പിൽ SMS വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ ചിലപ്പോൾ തിരക്കാണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതേപോലെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കുമായിരിക്കും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് എല്ലാവരും ഓർക്കുക. നിങ്ങൾക്ക് എന്തായാലും മറുപടി കിട്ടാണ്ടിരിക്കില്ല. കുറച്ച് വൈകിയാലും ഞാൻ മറുപടി അത് കൃത്യമായിട്ട് അയക്കുന്നതാണ്.